അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ തന്നെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അപ്പോൾ ഇന്ന് നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ അടിപൊളി ഒരു ചോക്ലേറ്റിൽ നിന്ന് അടിപൊളി ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ നമ്മുടെ മമ്മി നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഹാപ്പി ബർത്ത്ഡേ. കുഞ്ഞാരുടെ ലിപ്സ്റ്റിക് ഉണ്ട് മുഖത്തേക്ക്. പാട്ട് പഠിക്കേ. ഹാപ്പി ടു പഠിക്കേ. ഹാപ്പി ബർത്ത്ഡേ ടു പഠിക്കേ. പാട്ട് പഠിക്കേ. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പാട്. ചുട്ടു ഹാപ്പി ടു പാടിക്കേ. അന്നമ്മയുടെ ബർത്ത്ഡേക്ക് ഒന്ന് പാടിക്കേ. ചുട്ടു ചുട്ടു ഹാപ്പി ടു പാടിക്കേ. എന്തോ അപ്പോൾ എല്ലാവരും കേക്ക് മുറിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ കേക്ക് മുറിച്ചാൽ മാത്രം മതി. നമ്മുടെ ഷുട്ടുമ്മയും അബ്രുവും പിന്നെ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും കേക്ക് മുറിക്കുന്നതിലായിട്ട് വിളിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ ഷുട്ടുമ്മ അവിടെ ഭയങ്കര ഹാപ്പി. ഷുട്ടുമ്മ എല്ലാവരോടും ഹാപ്പി ടു ഒക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ ഇച്ചിരി മൂഡ് ഓഫിൽ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, റെഡിയായിട്ട് നിൽക്കുവാണ്. അതാ നമ്മൾ കേക്ക് മുറി എന്ന മാമാങ്കത്തിലേക്ക് കിടക്കാൻ പോകുവാണ്. അപ്പോൾ പിള്ളേരെല്ലാവരും റെഡിയാണ് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓട്ടി എല്ലാവരും ചുറ്റും കൂടി വരും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേക്ക് ഒരുമിച്ച് മുറിക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല. ഈ പ്രായമുള്ള നരച്ചിരിക്കുന്ന ഈ മനുഷ്യനെ
അപ്പോൾ ബർത്ത്ഡേ ആഘോഷം എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അടിപൊളി ബീഫ് കറിയും പൊറോട്ടയും ബിരിയാണിയും എല്ലാം റെഡിയാണ്. അപ്പം നമുക്കെല്ലാം കൂടി ഒരു അലക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് എല്ലാവരും കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം ബിരിയാണി വാഴിയെടുക്കുന്ന റജിമോൾ. ആദ്യം പൊറോട്ട കഴിച്ചത് 3 പൊറോട്ടകൾക്ക് ശേഷം മിനി ഇച്ചിരി ബിരിയാണി എടുക്കുന്നു. 5 പൊറോട്ട വടിച്ചു വെക്കുന്ന ജീന ചേച്ചി ഇനി അടുത്തായിട്ട് ബിരിയാണി എടുക്കാൻ പോവാ. ആരെല്ലാം നിരനിരയാണ് ഇരിക്കുന്നത്. ബീഫ് എവിടെ? ചിക്കൻ കൊള്ളത്തില്ല അടുത്ത. എന്നാ വെച്ച് നേരം അവിടെ ഇരി. 6 ബിരിയാണികൾക്ക് 6 പൊറോട്ടയ്ക്ക് ശേഷം പിന്നെയും ബിരിയാണി വേറെ പാത്രത്തിൽ എടുക്കുന്ന ലിലി ചേച്ചി. ആരെഴുതാൻ തോന്നുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഹാപ്പിയായി. ഇനി എല്ലാവരും പിരിയാൻ പോവാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.